ഹലോ ഓൾ ഓസം പീപ്പിൾ, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കരാട്ടെ കിഡ് ലെജൻസിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സിനിമ കണ്ടു, സിനിമ കുഴപ്പമില്ല. ബാക്കി പറയാം. സിനിമ തുടങ്ങുന്നത് ബെയ്ജിങ്ങിലാണ്, ചൈനയിൽ. അവിടെ നമ്മുടെ മിസ്റ്റർ ഹാൻ അതാണ് ജാക്കി ചാൻ. മിസ്റ്റർ ഹാൻ അവിടെ ഒരു കരാട്ടെ മാസ്റ്ററാണ്. കരാട്ടെ മാസ്റ്റർ അല്ലേ, സോറി, കുംഫു മാസ്റ്ററാണ്. കുംഫു മാസ്റ്റർ അവിടെ നിൽക്കുമ്പോൾ കുംഫു മാസ്റ്ററിൻ്റെ ശിഷ്യനാണ് ലീയായിട്ട് അഭിനയിച്ചേക്കുന്നത് ബെൻ വാങ് ആണ്. നമ്മൾ പോസ്റ്ററിലൊക്കെ കണ്ട പയ്യനാണത്. അപ്പോൾ അവർ എന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ബെൻ വാങ്ങിൻ്റെ അമ്മ ഒരു ഡോക്ടറാണ്. അപ്പോൾ പെട്ടെന്ന് ന്യൂയോർക്ക് സിറ്റിയിലോട്ട് ഒരു ഡോക്ടറിൻ്റെ പൊസിഷൻ കിട്ടി പോകുന്നു. അപ്പോൾ പോകുമ്പോൾ ബെൻ വാങ്ങിനെയും കൊണ്ടുവന്നു. എന്നിട്ട് ബെൻ വാങ്ങിനോട് പറയും, നീ ഇനി ഫൈറ്റ് ഒന്നും ചെയ്യരുത്, നിനക്ക് ഈ തല്ലിപ്പൊളിയായിട്ടൊന്നും നടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ബാക്ക് സ്റ്റോറി എന്താണെന്ന് ഞാൻ ഇവിടെ ഇപ്പോൾ പറയുന്നില്ല. ഇപ്പം ഞാൻ എല്ലാം പറഞ്ഞ സിനിമ ആണോ ഒരു മൂഡ് പോകും, നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ന്യൂയോർക്കിൽ പോകുന്നു. ന്യൂയോർക്കിൽ വെച്ച് നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ ഒരു പ്ലോട്ട്. ഉള്ളത് പറഞ്ഞാൽ സിനിമയ്ക്ക് നമ്മളൊരു സാധാ സിനിമ കാണുമ്പോൾ സിനിമയ്ക്കൊരു അപ്പ് ഉണ്ട്, ഒരു ഡൗൺ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് കുറേയൊക്കെ അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യാം എന്താണ് അടുത്ത സീനിൽ നടക്കാൻ പോകുന്നത്. ഇനി അടുത്ത സീനിൽ ഇതാണോ നടക്കുന്നത്. പിന്നെ ഇത് ശരിക്കും ഒരു ആക്ഷൻ പടമാണ്. ഈ ആക്ഷൻ പടം എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ആക്ഷൻ എവിടെ? ആക്ഷൻ വളരെ കുറവാണുള്ളത്. ജാക്കി ചാൻ്റെ സിനിമയാണ്. ജാക്കി ചാൻ ഈ സിനിമയിൽ എവിടെയായി? ജാക്കി ചാൻ ഇതിനകത്തൊരു 30 മിനിറ്റ് ആണുള്ളത്. കൂടി വന്ന ഒരു 30 മിനിറ്റേ കാണുള്ളൂ. ഞാൻ ടൈമൊന്നും ചെയ്തില്ല, പക്ഷേ എന്നാലും എൻ്റെ ഒരു ഇതിൽ ഒരു 30 മിനിറ്റേ കാണുള്ളൂ. പിന്നെ സിനിമയും ചെറുതാണ്. സിനിമ ഒരു 1.5 മണിക്കൂർ സിനിമയാണ്. അതിനകത്ത് ജാക്കി ചാൻ ആണെങ്കിലും നമ്മുടെ മുമ്പത്തെ സിനിമയിലെ റാൽഫ് മക്കിയോ മുമ്പത്തെ ഫസ്റ്റ് 1985 കരാട്ടെ കിഡിലെ കിഡും ഈ സിനിമയിൽ അഡൾട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും എന്താ പറയുക, നമ്മൾ എന്തായിരുന്നു പറഞ്ഞ്, സെയിം ബ്രാഞ്ച് സെയിം ട്രീയോ, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ആ സിനിമയ്ക്കകത്ത്. അതായത് ഒരാൾ കരാട്ടയും ഒരാൾ കുംഫു ആണ്. ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഈ പയ്യനാണെങ്കിൽ ഈ ബെയ്ജിങ്ങിൽ നിന്ന് ട്രെയിൻ ചെയ്തിട്ട് വന്നിട്ട് ഉള്ളത് കുംഫുവിലാണ്. സിനിമയുടെ പേര് കരാട്ടെ കിഡ്. ഇതിനകത്ത് ഈ പയ്യനാണെങ്കിൽ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് കുംഫുവും കരാട്ടയും കൂടെ മിക്സ് ചെയ്തിട്ട് പഠിക്കേണ്ട ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും ബോറായിട്ടല്ല കേട്ടോ പറയണേ. ഇപ്പോൾ എന്നാലും എന്താ പറയുക, ആ ഒരു 7 ദിവസം കൊണ്ട് ചങ്ങായി കരാട്ടയൊക്കെ പഠിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവരും അടിച്ച് താഴേക്ക് ഇടും. പക്ഷേ സിനിമയുടെ പേര് ശരിക്കും കുംഫു കിഡ് എന്നായിരുന്നു ആവേണ്ടത്. കാരണം പയ്യന് കുംഫു ആണെന്ന് നന്നായിട്ട് അറിയുന്നത്. എന്നിട്ട് പക്ഷേ സിനിമയുടെ പേര് കരാട്ടെ കിഡ് എന്നിട്ടത് എന്തിനാണെന്ന് എനിക്കറിയില്ല. സിനിമയുടെ ലെജൻസി നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും കുഴപ്പമില്ലായിരുന്നു. സിനിമ ഓവറോൾ കണ്ടിരിക്കാം. മേക്കിംഗ് നല്ലതാണ്. നല്ല സൗണ്ട് മിക്സിംഗ് ആണ് സിനിമയുടെ. എനിക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടു. കളർ ഗ്രേഡിങ് അടിപൊളി. അതേപോലെ ഒരു മേക്കിംഗ് ലെവൽ പടത്തിൻ്റെ നല്ല രസമായിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ന്യൂയോർക്ക് സിറ്റിയൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ അവർ കാണിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് സിറ്റിയിലൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ദൈവത്തിന് അറിയാം. പക്ഷെ എന്നാലും അത് നല്ല രീതിയിൽ കാണിച്ചേക്കുന്നതൊക്കെ. ആക്ഷൻസ് കുറച്ച് കുറഞ്ഞു പോയി എന്നുള്ളത് മാത്രമാണ് എനിക്കൊരു കംപ്ലയിൻറ്റ്. പക്ഷേ എന്നാലും സിനിമ കൊള്ളാം, നമുക്ക് ഒരു തവണ കാണാനുള്ളതുണ്ട്. നമ്മൾ ഈ 2010 ഇറങ്ങിയ കരാട്ടെ കിഡൊക്കെ പ്രതീക്ഷിച്ചിട്ട് പോകരുത്. ആ ഒരു ലെവലിലോട്ടൊന്നും വന്നിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഫുള്ള് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണ കഥ. ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. തിയേറ്ററിൽ വാച്ചാണോ എന്ന് ചോദിച്ചാൽ തിയേറ്റർ വാച്ചൊക്കെ തന്നെ. ഞാൻ ഇങ്ങനത്തെ സിനിമകളൊന്നും ഹോം വാച്ചാന്ന് പറയില്ല. കാരണം ഇതൊക്കെ ശരിക്കും നമ്മൾ ആ ബിഗ് സ്ക്രീനിൽ കാണാനുള്ളതുകൊണ്ട് അതിനുള്ള പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള സിനിമയാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു ഗൈസ്. പറയാൻ മറന്നു, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.